കേരളത്തിലെ യുവാക്കളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയല്ല ഈ അടുത്ത കാലത്തായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആ വാർത്തകളായി തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. റാക്കറ്റുകൾ തന്നെയാണ് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റാക്കറ്റുകളുടെ കണ്ണികളാണ് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഈ വിഷയത്തെ ഗൗരവമുള്ളതാക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ ഈ വിഷയമാണ് ലഹരിക്ക് അടിമയാകുന്ന യുവത്വം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര ലഹരി മാഫിയകളുടെ പ്രിയപ്പെട്ട ഇടമാകുന്ന കേരളം. പരിശോധനകൾ എക്സൈസ് വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളാണ് ഈ നിലയിൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഗുരുതരമായിട്ടുള്ള രാസലഹരി തന്നെയാണ് ഈ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തെ ഗൗരവമുള്ളതാക്കി മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം ആലുവയിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് 1 കോടി രൂപയിൽ പരം വരുന്ന രാസലഹരി പിടികൂടി എന്നുള്ളതായിരുന്നു. ഒരു വനിതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവരെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ നടന്നു വരുന്ന ഘട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇവർ വലിയ ഒരു റാക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നുള്ള കാര്യമാണ്. അതിന് തൊട്ട് 2 ദിവസം മുമ്പാണ് മറ്റൊരാൾ ഇതേ സമാനമായ രീതിയിൽ പിടിക്കപ്പെടുന്നത്. അതും 2 വനിതകൾ തന്നെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. അവരെയും വിളിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെയും സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത് ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇതിന് സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാസലഹരി തന്നെയാണ്. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് ഒരുപക്ഷെ കള്ളോ കഞ്ചാവോ ഒക്കെ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ആശങ്കയെങ്കിൽ അതൊക്കെയും പാടെ മാറി ഇപ്പോൾ രാസലഹരി തന്നെ, അതും വീര്യം കൂടിയ രാസലഹരി തന്നെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ പിടിക്കപ്പെടുന്നതിൽ, ഇവിടേക്ക് കടത്തുന്നതിൽ 80% പോലും പിടിക്കപ്പെടുന്നില്ല, 40% മാത്രമാണ് പിടിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാകുമ്പോൾ ഇതിൻ്റെ ഒരു ആശങ്ക, നമ്മൾ എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരിക കൂടി ചെയ്യുകയാണ്. പുതിയ തലമുറയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ പിടിക്കപ്പെടുന്ന വ്യക്തികളെല്ലാം തന്നെ ഏതാണ്ട് 23 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭീകരത വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പോലീസ് പിടികൂടിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള അക്രമങ്ങളും, ഒപ്പം തന്നെ പോലീസിനോട് ഇവർ ഏത് നിലയിലാണ് പെരുമാറുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എത്രമാത്രം ഇവർ ഇതിന് അടിമകളായിട്ടുണ്ട് എന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിൽ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമായി കാണുന്ന ഒരു കാര്യം. എന്തായാലും കഞ്ചാവ് അല്ലെങ്കിൽ മദ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ തരത്തിലുള്ള ലഹരി തേടിപ്പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രാസലഹരി തന്നെയാണ് ഏറ്റവും അധികമായി പിടിക്കപ്പെടുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അതായത് അന്താരാഷ്ട്ര ലഹരി മാഫിയകളുടെ പ്രധാനപ്പെട്ട ഒരു ഇടമായി തന്നെ കേരളം മാറിയിരിക്കുന്നു എന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടികൂടി അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ വലിയ റാക്കറ്റുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ഇടയ്ക്ക് പിടികൂടിയിട്ടുള്ള ചില ആളുകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടേക്ക് മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത്. അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്നും, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം കോഴിക്കോട്, അതിനു മുമ്പ് കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ജാഗ്രത അമിതമായി തന്നെ വേണ്ട ഒരു സാഹചര്യമാണ്. അത്ര കുറഞ്ഞ രീതിയിൽ കാണേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.